നന്ദിനി തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ഒരു മിസ്സിംഗ് കേസ് ഉണ്ട്, 4 ദിവസം മുമ്പ് 10 മണിക്ക് ശേഷം ഏതെല്ലാം ട്രെയിനാണ് ഈ സ്റ്റേഷൻ വഴി പോയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് കേട്ട് നന്ദിനി അങ്ങോട്ട് ചെന്ന് ആ കോൺസ്റ്റബിളിനോട് ഇപ്പോഴും ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, എല്ലാ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യണം, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അവിടെയുള്ള ബോർഡിൽ ഒരാഴ്ചത്തെ ട്രെയിനിന്റെ ഫുൾ ലിസ്റ്റ് ഉണ്ട്, നോക്കിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ആ കോൺസ്റ്റബിളും ഒപ്പം നന്ദിനിയും ആ ബോർഡിൽ ചെന്ന് നോക്കിയപ്പോൾ അതിൽ കുട്ടികളുടെ പേരുണ്ടായിരുന്നു, പക്ഷേ പേരിന്റെ അറ്റത്ത് GW എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് നോക്കിയിട്ട് അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഗുവാഹട്ടിക്കാണ്, പക്ഷെ ആ ട്രെയിൻ കോയമ്പത്തൂരാണ് പോകുന്നത്, കോയമ്പത്തൂർ ചെന്നിട്ട് വേറെ ട്രെയിൻ മാറി കയറണം എന്ന് പറയുന്നു. അത് കേട്ട് നന്ദിനിക്ക് സംശയമാണ്, കാരണം അവർ ബോംബെക്ക് പോയെന്നാണ് കൂട്ടുകാർ പറഞ്ഞത്. അവൾ ഉടനെ മൊബൈൽ എടുത്ത് കുട്ടികളുടെ ഫോട്ടോ സ്റ്റേഷൻ മാസ്റ്ററെ കാണിച്ചിട്ട് ഇവർ അന്ന് രാത്രി ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിരുന്നോ ഒന്ന് ഓർത്ത് പറയാൻ പറയുന്നു. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ അന്ന് ഉത്സവം കൊടിയേറിയ ദിവസമല്ലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇവർ ഇവിടെ ഒന്നും ട്രെയിൻ കയറിയിട്ടില്ല, ആകെ വയസ്സായ 2 പേർ മാത്രമാണ് അന്ന് ഇവിടെ ഒന്നും ട്രെയിൻ കയറിയിട്ടുള്ളൂ എന്ന് പറയുന്നു. നന്ദിനി ടെൻഷനായി ഉടനെ സക്കരെ വിളിച്ച കാര്യം പറയുന്നു. അത് കേട്ട് സക്കരയും ഞെട്ടുന്നു. അപ്പോ ബോംബെക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഗുവാഹട്ടിക്ക് ടിക്കറ്റ് എടുത്ത് എന്നിട്ട് ആ ട്രെയിനിൽ കയറാതെ അവർ എങ്ങോട്ടാണ് പോയത്? അതറിയാൻ ഈ തമിഴ് ക്രൈം ത്രില്ലർ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.